ഹായ് കൂട്ടുകാരെ, സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ അന്നക്കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ ഇന്ന് കൊടുത്തയക്കുന്ന ഐറ്റംസ് ആട്ടോ നോക്കുന്നത്. ഞാനൊന്ന് ചോറാക്കിയിട്ടില്ല, അവൾക്ക് ചോറല്ലെങ്കിലേ ഇഷ്ടമല്ല. ഞാൻ കൊടുത്തയക്കുന്നത് കൊണ്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ചെയ്യുന്നത്. ഇവിടെ ആരും അങ്ങനെ ചപ്പാത്തി വലുതായിട്ട് കഴിക്കുന്നവരല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ചപ്പാത്തി ആക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് കയ്യോടെ തന്നെ ലഞ്ച് ബോക്സിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. 2 ചപ്പാത്തിയാണ് കൊടുത്തയക്കുന്നത്. ഇതിൻ്റെ കൂടെ നല്ലൊരു ക്യാപ്സിക്കം കറിയാണ് കൊടുക്കുന്നത് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ഏത് എണ്ണയിലും കുഴപ്പമില്ല. ഒരു 2 ക്യാപ്സിക്കം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒന്ന് മാറ്റി വെക്കണം. അതേ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പം ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴൻ്റെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടലമാവും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. കടലമാവൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിയാണ്, നല്ല പഴുത്ത ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കറികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കട്ടയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് എടുക്കേണ്ടത്. പുളി കൂടുതലുള്ളതാണെങ്കിൽ തൈരിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റ് മേക്കറായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിതിൽ മൊത്തം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്ന് തിള വരുമ്പം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. മസാലയൊക്കെ ഒന്ന് പെരണ്ടൊന്ന് കുറുകി വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അധികം ഗ്രേവി ഇല്ലാത്തതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി മല്ലിയിലയും കൂടി വെതറിയിട്ട് നമുക്ക് തീ ഓഫ് ആക്കിയിടാം. ഇച്ചിരി സമയം ഇരിക്കുമ്പോഴും അതൊന്നും കൂടി ഒന്ന് കുറുകി വരും. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. സ്നാക്കായിട്ട് ഞാൻ കൊടുത്തയക്കുന്നത് ഏത്തപ്പഴം ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇച്ചിരി നമ്മുടെ കരിപ്പെട്ടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നാളികേരോ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നത് അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം നെയ്യിൽ പഴവും കരിപ്പെട്ടിയും മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സബ്സ്ക്രൈബ് ലൈക്ക് ഒന്നും മറക്കല്ലേ. താങ്ക്